ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാധിക വരുണിനോട് പറയാ, എടാ തിരുമണ്ട, ആ പോയവളോട് ആരെങ്കിലും രഹസ്യം പറയോ? രഹസ്യം പറയാനും അത് ഒളിപ്പിച്ചു വെക്കാനും പറ്റിയ ആളാണോ ആ പോയത്? ഞാൻ അവളോട് പറയുമായിരുന്നു രഞ്ജുവിൻ്റെ രോഗവിവരം ഇവിടെയുള്ളവരെല്ലാം അറിയിക്കണമെന്ന്, പ്രത്യേകിച്ച് രഞ്ജുവിനെ. അങ്ങനെ അറിയിച്ചു കഴിയുമ്പോൾ ഈ രോഗവിവരം അറിയാത്ത അവള് സമനില തെറ്റി ഇവിടെ നിന്നും ഇറങ്ങി ഓടും. അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓ, അതാണോ കാര്യം? അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും? കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിന്റെ തല മുഴുവനും കളിമണ്ണ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടും ഒന്നും നിനക്ക് മനസ്സിലാവാതിരുന്നത്. പോടാ, പോയി നിന്റെ കാര്യം നോക്ക്. അമ്മ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ എന്തായി പറയുന്നതെന്ന്? അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ. എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ നടക്കാൻ പോകുന്ന കാര്യമൊക്കെ നീ കണ്ടു തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനി നീ പേടിക്കേണ്ട മോനെ. രഞ്ജുവിനെ പുറത്താക്കാനുള്ള പരിപാടി ഞാൻ ചെയ്തോളാം. അമ്മേ, നമ്മുടെ ശത്രുവിൻ്റെ മകളാവള്, വിജയലക്ഷ്മിയുടെ. അങ്ങനെയുള്ളപ്പോൾ അവളിവിടെ താമസിക്കുന്നത് നമുക്ക് ഭീഷണിയാണ്. എനിക്കറിയാലോ. അതുകൊണ്ടാണല്ലോ അവളെ ഇവിടുന്ന് പുറത്താക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഗീതു, അവള് വരുന്നതിന് മുമ്പ് നമ്മളതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം രഞ്ജുവും പ്രിയയും കൂടെ ഭയങ്കര അടിയായി. കാരണം രഞ്ജുവിൻ്റെ പ്രിയയുടെ വഴക്ക് കണ്ടപ്പോൾ രാധിക പ്രിയയെ മാറ്റാൻ നോക്കാം. മോളെ, നീ വഴക്കൊന്നും കൂടണ്ട. എന്തായാലും ഈ സമയത്ത് നീ പ്രഷർ കൂട്ടിയാൽ നിനക്ക് അസുഖം വരും, ഹോസ്പിറ്റലിലാവും. അതുകൊണ്ട് മാറ്. ഇല്ലമ്മേ, എനിക്ക് രണ്ടിലും ഒന്ന് അറിയണം. ഏട്ടൻ ഇവളോടാണോ എന്നോടാണോ സ്നേഹമെന്ന്? അതിന് സംശയിക്കാനൊന്നുമില്ല. ഗോവിന്ദേട്ടൻ എന്നോടും നിന്നോടും ഒരേപോലെ സ്നേഹമാണ്. അത് കേട്ടതും ആര് പറഞ്ഞു? എൻ്റെ ഏട്ടൻ്റെ സ്നേഹം എനിക്ക് മാത്രമുള്ളതാ, അത് നിനക്കൊന്നും പകർന്നു തരാൻ പറ്റില്ല എന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞില്ലേ, നീ എന്നെ നീന്നും പോന്നും വന്ന് വിളിക്കരുത്, ചേച്ചിന്ന് വിളിക്കണമെന്ന്. പിന്നെ എൻ്റെ പട്ടി വിളിക്കും നിങ്ങളെ ചേച്ചിന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇതാക്കാനാണ് പരിപാടിയെങ്കിൽ നടക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രിയ ഇങ്ങനെ ദേഷ്യപ്പെടുക. ഈ സമയം ഗീതുവും ഗോവിന്ദും ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഗീതു, നമുക്കിനി വീട്ടിലേക്ക് പോകണ്ടേ? നമ്മൾ ആരോടും പറയാതെ വന്നത്. അച്ഛനും വിനോദും ഇപ്പോൾ വരും, അപ്പോഴേക്കും നമുക്ക് പോയിട്ട് വരാം, ഇല്ലെങ്കിൽ അവർക്ക് സംശയവും. പിന്നെ പ്രിയയുടെ കാര്യം അറിയാമല്ലോ, ഇതെങ്ങാനും അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അത് ശരിയാ, എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാൻ കണ്ണേട്ടാ എന്നൊക്കെ ഗീതു പറയുവാണ്. ഈ സമയം ഭദ്രനും വിനോദും വരിക. അയ്യോ, എന്താ ചേച്ചി അമ്മയ്ക്ക് പറ്റിയത്? ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? തളർന്നു വീണ അമ്മയെ അഭിനയമാണെന്നും പറഞ്ഞ് മാറി നിന്ന് നോക്കിയ ഒരച്ഛനുണ്ടല്ലോ, എല്ലാം നഷ്ടപ്പെടുമ്പോഴേ മനസ്സിലാവും അമ്മയുടെ വേദന എന്താന്ന്. ആ അമ്മ അച്ഛനെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ തള്ളി പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ. അച്ഛൻ എന്ത് വൃത്തികേട് ചെയ്താലും അതിന് കൂട്ടേ നിന്നിട്ടുള്ളൂ. അതൊക്കെ എന്തുകൊണ്ടാണ്? അച്ഛനോടുള്ള സ്നേഹം കൊണ്ട്. അച്ഛാ, എന്നിട്ടും അച്ഛൻ എൻ്റെ അമ്മയെ മനസ്സിലാക്കിയില്ലല്ലോ. എൻ്റെ അമ്മയ്ക്ക് തലവേദന എന്ന് പറഞ്ഞപ്പോൾ അത് വെറും അഭിനയമാണെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ മാറ്റി നിർത്തിയില്ലേ. അച്ഛനെപ്പോലൊരു അച്ഛനാണ് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ നിർഭാഗ്യം എന്നൊക്കെ. അത് കേട്ടതും എന്താ അടിമോളെ നീ പറയുന്നതൊക്കെ? അതെ അച്ഛാ, അമ്മയ്ക്ക് ട്യൂമറാ. അതുള്ളതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടായത്. അമ്മ തലവേദനയാണെന്ന് പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. ആശുപത്രി ചെന്നപ്പോഴാണ് അവസാന സ്റ്റേജാണെന്നും ഇനി ഒന്നുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഒരു സർജറി നടത്തിയില്ലെങ്കിൽ അമ്മ ഇനി അധികം നാൾ നമ്മളോടൊപ്പം ഉണ്ടാവില്ല അച്ഛാ. അത് കേട്ടതും ഞാൻ ഈ കേൾക്കുന്ന മുഴുവനും സത്യമാണോ? സത്യം അച്ഛാ. അച്ഛനോട് നുണ പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? പിന്നെ അച്ഛനെ പോലെ കള്ളമൊന്നും ഞാൻ പറയില്ല, അത് അച്ഛൻ മനസ്സിലിട്ടോ. അത് കേട്ടതും വിനോദ്, എന്നിട്ട് ഈ അച്ഛൻ പറഞ്ഞത് ഇതൊക്കെ ഗോവിന്ദേട്ടനെ കാണിക്കാനുള്ള അമ്മയുടെ അടവാണെന്നും പ്രിയയോട് സ്നേഹമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അമ്മ അഭിനയിക്കുകയാണെന്നോ? അതൊക്കെ അച്ഛന് ചിന്തിക്കാൻ പറ്റൂ. അച്ഛൻ്റെ കാര്യങ്ങളാണ് അച്ഛൻ നോക്കുന്നത്. അച്ഛൻ എന്തൊക്കെ ചെയ്യുന്നോ അത് തന്നെയാണ് മറ്റുള്ളവരും ചെയ്യുന്നതെന്ന് അച്ഛൻ്റെ മനസ്സിൽ. എന്നാ ഇവിടെ സംഭവിച്ചത്, ഇന്ന് എൻ്റെ അമ്മ മനഃപൂർവ്വം ബോധം കെട്ട് വീണതല്ല, അമ്മയുടെ അവസ്ഥ കൊണ്ട് തളർന്നു പോയതാ. ആ അമ്മയെ താങ്ങിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഒരു അരമണിക്കൂർ പോലും വൈകിക്കാതെയാണ് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയത്. എൻ്റെ അമ്മയെ നോക്കിക്കോണം, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല, നിങ്ങൾ കാരണം എൻ്റെ അമ്മയ്ക്ക് അവസ്ഥയുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഗീതു ദേഷ്യപ്പെടുക. ചേച്ചി വിഷമിക്കേണ്ട, ഞങ്ങൾ നിന്നോളാം. പ്രിയം എല്ലാവരും വീട്ടിലേക്ക് പോയിരിക്കുക. ഞങ്ങൾ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അമ്മയുടെ ഫോർമാലിറ്റീസൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നിന്ന് നോക്കുക, അത് മാത്രമേ ഉള്ളൂ. ഒരു 5 പൈസ പോലും നിങ്ങൾ ചിലവാക്കണ്ട. അത് ചിലവാക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ ഇട്ടേച്ച് ഇവിടെ നിന്ന് പോയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. എൻ്റെ ഗീതു, മോളെ, നീ എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ കരുതിയത്?
അവൾ അവിടെ തളർന്നു വീണ കണ്ടപ്പോൾ ഞാൻ കരുതി പ്രിയമോളോടുള്ള സ്നേഹം അഭിനയിച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്നാ. അല്ലാതെ അച്ഛൻ്റെ പണത്തിനോടുള്ള ആർത്തി കൊണ്ടൊന്നും അല്ല മോളെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും മോളുടെ അമ്മയെ കൈവിടില്ല, സത്യമായിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭദ്രൻ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം ഗീതു എന്നാ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ശരി കണ്ണേട്ടാ എന്നും പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഗീതുവും ഗോവിന്ദും സംസാരിച്ചുകൊണ്ടേ പോവുക. എന്നാലും അമ്മയ്ക്ക് ഇത്രയും വലിയൊരു രോഗം വരുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കരുതില്ല കണ്ണേട്ടാ. ഞാൻ പേടിച്ചു പോയി. എൻ്റെ അമ്മ തളർന്നു വീണപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കണ്ണേട്ടാ. അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ ഹൃദയം നിന്നു പോകുന്ന വേദനയായിരുന്നു. പാവം എൻ്റെ അമ്മ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ടാവും അല്ലേ. എന്ത് ചെയ്യാനാ ഗീതു, അസുഖം അത് എത്ര ഒരു ക്രൂരനായ മനുഷ്യനെയും തളർത്തിക്കളയും. കാരണം അസുഖം വരുന്നത് നമ്മളെ ഈ ഭൂമിയിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകാനാ. അങ്ങനെ ഒരു ഇത് നിൻ്റെ അമ്മയ്ക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ അമ്മ നന്നായി. ഇപ്പോൾ ഈ അമ്മയെ കുറേ നാൾ കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? എനിക്കുമുണ്ട്. പലപ്പോഴും ഇവർ വരുന്നതൊക്കെ നിന്നെ ചോർത്താനും നിൻ്റെ കയ്യിലുള്ള പണം തട്ടാനുമാണ്. എന്നാൽ ഇപ്പോൾ വരുന്നത് സ്നേഹവും കൊണ്ടാണ്. ഇഷ്ടം പോലെ സ്നേഹം നിനക്ക് വാരിക്കോരിത്തരാൻ. നിനക്ക് മാത്രമല്ല ഇപ്പോൾ ഒരു അമ്മയുടെ സ്നേഹം എനിക്കും കിട്ടുന്നുണ്ട്. അതൊക്കെ കേട്ടതും ഗീതുവിന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവർ വീട്ടിലെത്തി. അറയ്ക്കലിലെത്തിയതും അറയ്ക്കലിൽ എല്ലാവരും കൂടെ നിന്ന് ഭയങ്കര അടി നടക്കുക. വഴക്ക് നടക്കുന്ന കണ്ടതും ഗീതുവും ഗോവിന്ദും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് അങ്ങ് ചെന്നു. എന്താ ഇവിടെ പ്രശ്നം? ഏട്ടാ ഇവള് വന്നിട്ട് എന്നെ ഭരിക്കാൻ നിൽക്കുക. ഇവള് എൻ്റെ മുറി കയറിയിട്ട് അത് ഇവളുടെ മുറിയാണെന്നും പറഞ്ഞുകൊണ്ട് അത് തട്ടിയെടുക്കാൻ നോക്കുക. ഞാൻ സമ്മതിക്കില്ല. അത് എൻ്റെ മുറിയല്ല ഏട്ടാ. രഞ്ജു എന്താ പ്രശ്നം? എൻ്റെ ഗോവിന്ദേട്ടാ, ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ താമസിച്ച മുറിയാണല്ലോ അത്. എനിക്കറിയില്ലായിരുന്നു. അതിനകത്ത് ഇവള് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു അത് എൻ്റെ മുറിയാന്ന്. ഇവള് ഇതിനു മുമ്പ് അതിലാണ് ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ ഞാൻ മാറിക്കൊടുത്തു. പക്ഷെ എനിക്കിപ്പോൾ ഇവർ തന്നത് ഒരു ചെറിയ ഇടുങ്ങിയ സ്റ്റോർ റൂം പോലത്തെ മുറി. അത് കേട്ടതും ഗീതുവിന് ദേഷ്യം വന്നു. ഗീതു രാധികയെ തുറച്ച് നോക്കുക. എന്താ രാധികാമ്മേ ഞാൻ ഈ കേൾക്കുന്നേ? രഞ്ജുവിന് അങ്ങനെയുള്ള മുറിയാണോ കൊടുക്കേണ്ടത്? എന്താ രാധികാമ്മ ഇത്? എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ ബോംബ് പൊട്ടുവേ. അത് കേട്ടതും ആര് പറഞ്ഞു രഞ്ജുവിനോട് സ്റ്റോർ റൂമിൽ പോകാൻ? രഞ്ജു തന്നെ പോയതാ. രഞ്ജു നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് അല്ലേ. അപ്പോൾ ഈ വീട്ടിലെ ഏറ്റവും വലിയ മുറി കൊടുക്കേണ്ടത് രഞ്ജുവിനല്ലേ. കൂടുതൽ സൗകര്യവും രഞ്ജുവിന് തന്നെയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് രഞ്ജു എൻ്റെ മുറി കഴിഞ്ഞോട്ടെ, ഞാൻ ഏതെങ്കിലും മുറിയിൽ മാറി താമസിച്ചോളാം. അത് കേട്ടതും നമ്മുടെ ഗീതുവും ഗോവിന്ദും ഞെട്ടി. എൻ്റെ ദൈവമേ, ഞാനൊരു ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാധികാമ്മ സ്വന്തം മുറി വരെ വിട്ടുകൊടുക്കാൻ തയ്യാറായല്ലോ എന്നും പറഞ്ഞിങ്ങനെ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും രാധിക വരുണേ രഞ്ജുവിൻ്റെ സാധനങ്ങളൊക്കെ സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി നേരെ എൻ്റെ മുറി കൊണ്ടുപോയിക്ക്. അമ്മേ അത് വേണോ? വേണം. അപ്പം ഗീതു തിരിഞ്ഞിട്ട് എന്താ വരുണേട്ടാ വേണ്ടേ? ആ ബോംബ് വരുണേട്ടൻ്റെ തലയിലാണോ പൊട്ടേണ്ടത്? അയ്യോ സാരല്ലമ്മ, ഞാനിപ്പോൾ തന്നെ എടുത്തു വയ്ക്കാം എന്നും പറഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ രാധിക ഗീതു രഞ്ജുവിന് ഈ വീട്ടിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തോളാം. അതിനെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കുകയൊന്നും വേണ്ട. രാധികാമ്മേ നാമിച്ചു. എന്തൊരു അഭിനയം! എന്ത് രസാ! സത്യമായിട്ടും നിങ്ങൾ അഭിനയിക്കുന്നതല്ല, ജീവിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞ് ഗീതു നിൽക്കുക. അപ്പോൾ ഗോവിന്ദ് എന്തായിരിക്കും ഗീതു പൊട്ടിക്കുമെന്ന് പറഞ്ഞ ആ ബോംബ്? ഗീതുവിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ. രാധികാമ്മയുടെ എന്തോ കള്ളത്തരം ഗീതു പൊക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാധികാമ്മ ഇങ്ങനെ പേടിക്കുന്നത്. എന്തായാലും അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. രാധികാമ്മ എന്തിനെങ്ങനെയൊക്കെ ഇതാക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആരെയും പേടിക്കാത്ത രാധികാമ്മ ഗീതുവിനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. എന്തോ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് രാധികാമ്മ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുന്നത്. എന്തായാലും അത് കണ്ടുപിടിച്ചേ മതിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. രഞ്ജു പ്രിയേ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്ക് കൂടരുത്. രഞ്ജു നമ്മുടെ ഗസ്റ്റാണ്. രഞ്ജു കണ്ണേട്ടൻ്റെ നല്ലൊരു കൂട്ടുകാരിയാണ് പ്രിയേ. അതുകൊണ്ടല്ലേ ഞാൻ രഞ്ജുവിനെ സ്നേഹിച്ചതും. നിന്നേക്കാളും ദേഷ്യം രഞ്ജുവുമായിട്ട് ഗോവിന്ദേട്ടൻ സംസാരിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ തെറ്റിദ്ധാരണയൊക്കെ മാറിയത് എന്തുകൊണ്ടാണ്? രഞ്ജു ഒരു പാവമാണെന്നും രഞ്ജു കണ്ണേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നൊക്കെ അറിഞ്ഞതുകൊണ്ടല്ലേ. അതുകൊണ്ട് നീയും അതൊക്കെ മനസ്സിലാക്കണം. നീയും ഇങ്ങനെ ബോൾഡായിട്ട് ചിന്തിക്കണം. കേട്ടല്ലോ? അത് കേട്ടതും ചേച്ചി എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഗോവിന്ദേട്ടൻ്റെ സ്നേഹം തട്ടിയെടുക്കാൻ പോവാമെന്നറിഞ്ഞപ്പോൾ എനിക്കത് സഹിച്ചില്ല. നിൻ്റെ ഏട്ടൻ്റെ സ്നേഹം ആരും തട്ടിയെടുക്കില്ല. നിൻ്റെ ഏട്ടൻ്റെ സ്നേഹം നിനക്ക് മാത്രമുള്ളതാണ്. എന്താ പോരെ? മതി, ഇത്രയും കേട്ടാൽ മതി. ഗീതു വെച്ച് വാക്ക് തന്നാൽ പിന്നെ എനിക്കറിയാം വാക്ക് തെറ്റിക്കില്ല എന്ന്. അപ്പം പിന്നെ സമാധാനമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രിയയെ ആശ്വസിപ്പിക്കണം. ഈ സമയം പ്രിയയെ ആശ്വസിപ്പിച്ചിട്ട് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി.
മുറിയിലേക്ക് പോയി കഴിഞ്ഞതും നമ്മുടെ രാധികയെ വിളിച്ചിട്ട് ഗീതു, അതെ രാധിക അമ്മേ, രഞ്ജുവിൻ്റെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് വരുണിനോട് എടുത്ത് മാറ്റാൻ പറ. ആ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് വരുണിനോട് പറയാപ്പോഴേക്ക് വരുൺ ഗോവിന്ദൻ്റെ മുന്നിലൂടെ രഞ്ജുവിൻ്റെ പെട്ടിയും ബാഗും ഒക്കെ തള്ളിക്കൊണ്ട് പോവുക. ഇത് കണ്ടതും ഗോവിന്ദ്, ഈശ്വര, ഇവനിങ്ങനെ ആരുടെ മുൻപിൽ വഴങ്ങുന്നവനല്ലല്ലോ. ഗീതു പറഞ്ഞപ്പോൾ തന്നെ അതൊക്കെ ചെയ്യുവാണല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തായിരിക്കും അത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് കഥ കടച്ചതിന് ശേഷം, എന്താ ഗീതു സംഭവിച്ചേ? സത്യത്തിൽ അമ്മ നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്താ അതിനർത്ഥം? എന്താന്ന് പറ ഗീതു. അത് കേട്ടതും, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു അമ്മ അത് ചെയ്തു, അല്ലാതെ അമ്മയ്ക്ക് എന്നോടുള്ള പേടി കൊണ്ടൊന്നുമല്ല, എന്നോടുള്ള ബഹുമാനം കൊണ്ടാ. ഞാൻ കണ്ണേട്ടൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടാവുമല്ലോ. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ്, അതൊന്നുമല്ല, എനിക്കറിയണം, എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അമ്മ എന്തിനാ ഇങ്ങനെ സ്നേഹത്തോടെ നിൽക്കുന്നതെന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ കണ്ണേട്ടാ, കണ്ണേട്ടന് അറിയണം, എൻ്റെ മനസ്സറിയണം. അത് കേട്ടത് നിൻ്റെ മനസ്സറിയണം. അതെ, ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ വലിയ ബോംബ്, അതെന്തായാലും കണ്ണേട്ടൻ ഇപ്പം അറിയണ്ട, കണ്ണേട്ടൻ തന്നെ മനസ്സിലാക്കിക്കോ എന്താണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. അറിയണം കണ്ണേട്ട, കണ്ണേട്ടൻ എൻ്റെ മനസ്സറിയണം, കണ്ണേട്ടനോട് എനിക്കുള്ള ഇഷ്ടം എന്താണെന്ന് കണ്ണേട്ടൻ തിരിച്ചറിയണം. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. കണ്ണേട്ടൻ എൻ്റേത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗോവിന്ദും ആലോചിക്കുക, എന്തായിരിക്കും രാധികാമ്മ പേടിക്കുന്നത്, എന്തിനായിരിക്കും രാധികാമ്മ ഇങ്ങനെ പേടിക്കുന്നത്? രഞ്ജുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ രാധികാമ്മ ആദ്യമൊക്കെ ദേഷ്യപ്പെട്ടതാ, പ്രിയയുടെ മനസ്സിൽ ഓരോരോ വിഷം കുത്തി നിറച്ചതും രാധികാമ്മയാണ്. എന്നിട്ട് ഇപ്പോൾ രഞ്ജുവിനെ ഒരു ഗസ്റ്റായിട്ടും രഞ്ജുവിന് ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറിയായ അമ്മയുടെ മുറി വരെ നൽകിയിട്ടും എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന അമ്മ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. സത്യം പറഞ്ഞ വരുണും അമ്മയും കൂടെ ഇങ്ങനെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഗീതുവിൻ്റെ കയ്യിൽ അമ്മയെ പേടിപ്പിക്കുന്ന എന്തോ ഉണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ ആലോചിച്ച് ഗോവിന്ദനും അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാർക്കലിയാണ്. അതെ, ജയിലിനുള്ളിൽ അനാർക്കലി ഓരോന്നാലോചിച്ചുകൊണ്ട് നടക്കുക. എൻ്റെ ജീവിതം തകർത്ത രണ്ട് പേർ, ഒന്ന് രാധിക, ഇനിയൊന്ന് ഭദ്രൻ. ആ 2 പേരും എൻ്റെ സമാധാനം ഇല്ലാതാക്കി, എന്നെ ജയിലിലാക്കി. ഞാൻ ജയിലിൽ നിന്നിറങ്ങിയാൽ അവരെ ആയിരിക്കും പോയി കാണുന്നത്. അവർക്ക് ഒരു സമാധാനവും ഞാൻ കൊടുക്കില്ല, അവരുടെ ജീവിതം ഞാൻ തകർക്കും. ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയാൽ എനിക്ക് കാണേണ്ടത് അവരെയാണ്, അവരെ മാത്രം. അവരെ കണ്ട് എൻ്റെ ജീവിതം തകർത്ത എന്തിനാണെന്ന് എനിക്ക് അവരോട് ചോദിക്കണം. അവരെ ഞാൻ ഇതേ ജയിലിലാക്കും. അതിനു വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും. എനിക്ക് പോണം. രാധികാമ്മയ്ക്കും ഇനി ആ ഭദ്രനും ഒന്നും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാർക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഈ സമയം പോലീസുകാരത്തെ ഒരാൾ വന്നിട്ട് മേഡം ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മൊബൈലെടുത്ത് അനാർക്കലി ഫോൺ വിളിക്കുകയാണ്. ഹലോ, ഹലോ, ആരാണ്? എൻ്റെ ശബ്ദം കേട്ടിട്ടും നിനക്ക് മനസ്സിലായില്ല അല്ലേ? അപ്പോൾ ഇല്ല, ആരാണെന്നൊന്ന് പറയാലോ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതം തകർത്ത നീ എന്നോട് ചോദിക്കുന്നോ ഞാൻ ആരാണെന്ന്? മര്യാദയ്ക്ക് എന്നെ മനസ്സിലാക്കിക്കോ, ഇല്ലെങ്കിൽ മനസ്സിലാക്കി തരും. ആരായിരിക്കും അത്? സത്യമായിട്ടും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണോ അല്ലേ? എൻ്റെ ജീവിതം തകർത്ത 2 പേരാണുള്ളത്. ഒന്ന് നീയും, ഇനിയൊന്ന് അവൻ ഭദ്രൻ. നിങ്ങൾ 2 പേരും കൂടെ ചേർന്ന് എന്നെ ജയിലിലാക്കി. അതിനുശേഷം എൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ ഒന്ന് കാണാൻ വന്നിട്ടുണ്ടോ? എന്നെ തകർത്ത് ഇവിടം വരെ എത്തിച്ചതിന് നിങ്ങൾക്കിട്ടുള്ള തിരിച്ചടിയുമായിട്ട് തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട് രാധിക. ഇനി നടക്കാൻ പോകുന്നതൊക്കെ നിന്റെ നാശമായിരിക്കും. ഈ അനാർക്കലിയെ പകച്ചതിനുള്ള നാശം. അനാർക്കലി, ഈശ്വര, ഇവളോ എന്നും ആലോചിച്ചുകൊണ്ട് രാധിക ടെൻഷനോടുകൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം എന്താടി നിന്റെ വായിലെ നാവ് ഇറങ്ങിപ്പോയോ? ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്നത്? ഞെട്ടിയല്ലേ? പേടിച്ചു അല്ലേ? ഇനി ഈ അനാർക്കലി ആരാണെന്ന് നിന്നെ ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട്. എൻ്റെ പക ഇത്രയും വർഷങ്ങൾ ഞാൻ ഓരോന്നായി സ്വരുക്കൂട്ടി എൻ്റെ നെഞ്ചിനകത്ത് കൂട്ടി വെച്ചിരിക്കുക. എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് നിൻ്റെ തലയിലിട്ട് കത്തിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈശ്വര, ഒന്നിന് പുറകെ ഒന്നായിട്ട് ആദ്യം ഗീതു, ഇപ്പോൾ അനാർക്കലി. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതിന് ഉത്തരവാദി അവളായിരിക്കും. അനാർക്കലി ഗീതുവിനേക്കാളും കൊടിയ വിഷം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അനാർക്കലി ഫോൺ എടുത്ത് ഭദ്രനെ വിളിക്കുക. എൻ്റെ ജീവിതം തകർത്തിട്ട് എന്നെ ജയിലിലാക്കിയിട്ട് ഇത്രയും നാളും സുഖിച്ച് ജീവിച്ചില്ലേടോ ഭദ്ര?
തനിക്കുള്ള ശിക്ഷയും പിന്നാലെ വരുന്നുണ്ട്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ താൻ ഈ ജയിലിലേക്ക് വരും, അതിനു വേണ്ടി കാത്തിരുന്നോ എന്നും അനാർക്കലിയുടെ വാക്കുകൾ കേട്ട് ഭദ്രന് ഞെട്ടി. അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.